നാളികേര ഉൽപാദനക്ഷമത പുനരുജ്ജീവന പദ്ധതി കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകതയാണ്. ഈ വർഷത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ നാളികേരത്തിന് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള പദ്ധതി പ്രഖ്യാപിച്ചു. ആ പദ്ധതിയിൽ കേരളത്തിന്റെ ആവശ്യം പ്രത്യേകം പരിഗണിക്കണം എന്ന് ഡിമാൻഡ് ചെയ്തു. അത് പരിഗണിക്കാം എന്നുള്ള ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ആ പദ്ധതിയുടെ പൂർണ്ണമാകുന്ന സമയത്ത് കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡും കേരള ഗവൺമെന്റുമായി ഒന്നിച്ചിരുന്ന് ഈ പദ്ധതി തയ്യാറാക്കി സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കും. ഏറ്റവും കൂടുതൽ ഭൂവിസ്തൃതി നാളികേരത്തിനുള്ള സംസ്ഥാനമാണ് കേരളം. എന്നാൽ ഇത്രയും ഏരിയയിൽ നിന്ന് ഏറ്റവും കുറവ് ഈൽഡ് കിട്ടുന്നതായ സ്റ്റേറ്റുമാണ് കേരളം. നമ്മുടെ തെങ്ങുകൾ ഒരു തെങ്ങ് മുറിച്ചു മാറ്റാൻ ലഭ്യമാകുന്ന തുക കേവലം 1000 രൂപ മാത്രമാണ്. വലിയ തെങ്ങുകൾ മാറ്റി ഈൽഡ് കിട്ടുന്നതായിട്ടുള്ള നല്ല ശേഷിയുള്ളതായിരിക്കുന്ന പുതിയ തൈകൾ വെച്ച് പിടിപ്പിച്ച് അതിനെ മൂല്യവർദ്ധിത മേഖലകളിലേക്ക് കണക്ട് ചെയ്ത് നീര ഉൾപ്പെടെ സാധ്യമാക്കാനുള്ള പുതിയതായിരിക്കുന്ന ഒരു സമഗ്ര നാളികേര പുനരുജ്ജീവന പദ്ധതിക്ക് കേരളത്തിൽ തുടക്കം കുറിക്കും. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേകമായിട്ടുള്ള സഹായം ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളത് പറഞ്ഞത്. കുറ്റ്യാടിയിൽ കോക്കനട്ട് ഡെവലപ്മെന്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങണം എന്നുള്ള ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ വെച്ചു. അടുത്ത വർഷം പ്രസ്തുത പദ്ധതി പ്രത്യേകം പരിഗണിക്കാം എന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. RKBY സ്കീമിൽ അംഗീകാരം ലഭിച്ച 11 പദ്ധതികളുടെ പ്രവർത്തന കാലാവധി ദീർഘിപ്പിക്കണം എന്നുള്ള ഡിമാൻഡ് ഉൾപ്പെടെ വിവിധ കാര്യങ്ങൾ സർക്കാരുമായി ചർച്ച ചെയ്തതും ഏറിയ പങ്കും കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയുണ്ടായി. നല്ല ഫലപ്രദമായിട്ടുള്ള ചർച്ചയാണ് നടന്നത്. അതിൽ നെല്ലിന്റെ താങ്ങുവിലയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള സമീപനം അല്ല ലഭ്യമായിട്ടുള്ളത്. അത്തരം കാര്യങ്ങളിൽ തുടർ ചർച്ചകൾ കേന്ദ്ര സർക്കാരുമായി ഉണ്ടാകും. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ സ്പെഷ്യൽ സെക്രട്ടറി ഉൾപ്പെടെ കൃഷി വകുപ്പിന്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ഒന്നിച്ചുള്ളതായ സംഘമാണ് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയെയും കൃഷി വകുപ്പിലെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ചേർന്നിട്ടുള്ള മീറ്റിംഗിൽ പങ്കെടുത്തത്. മീറ്റിംഗിൽ അദ്ദേഹം വളരെയധികം സംതൃപ്തി പ്രകടിപ്പിച്ചു. കേരളത്തിൽ നിന്ന് അടുത്ത കാലത്തായി ഇത്തരം ഒരു ഉദ്യമം കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതിലുള്ള നന്ദിയൊക്കെ അദ്ദേഹം പറഞ്ഞു. എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കേരളത്തിന് നൽകാം എന്നും സമ്മതിച്ചിട്ടുണ്ട്. ഇതാണ് ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. വിവിധ പദ്ധതികളിൽ കിട്ടാനുള്ളതായിരിക്കുന്ന തുക നേരത്തെ സൂചിപ്പിച്ചു. പ്രധാനപ്പെട്ടതാണ് സൂചിപ്പിച്ചത്. ബാക്കിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അതെല്ലാം പോസിറ്റീവായിരുന്നു. അതെല്ലാം അനുവദിക്കാൻ വേണ്ടി തീരുമാനമാണ്. അല്ല, നെല്ല് സംഭരണവുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഞങ്ങൾ ഇപ്പം വരുന്നത് NCCF-ലെ ചർച്ച കഴിഞ്ഞാണ് വരുന്നത്. NCCF-വുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കൊപ്ര സംഭരണത്തിന്റെയും നെല്ല് സംഭരണത്തിന്റെയും രണ്ടിന്റെയും ചർച്ച ഇന്ന് പ്രാഥമികമായി നടത്തിയിട്ടുണ്ട്. MSP-യുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ്. മിനിമം സപ്പോർട്ട് പ്രൈസുമായി ബന്ധപ്പെട്ടു. അത് ദേശീയ തലത്തിൽ ഒന്നിച്ചാണ് അവരെടുക്കുന്നത്. അപ്പൊ കേരളത്തില് വേജസ് വളരെ കൂടുതലാണ്. കേരളത്തിൽ ഇലക്ട്രിസിറ്റി ചാർജ് ഉണ്ട്. കേരളത്തിൽ മറ്റുള്ളതായിരിക്കുന്ന ലേബർ ചാർജും അനുബന്ധ സംവിധാനം കൂടുതലാണ്. അപ്പോ സ്വാഭാവികമായി കേരളത്തിലെ MSP റേറ്റ് മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിപ്പം പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ള മറുപടിയാണ് തന്നിട്ടുള്ളത്.
PM കിസാൻ പദ്ധതിയിൽ കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടല്ലേ പണം പോകുന്നത്? അതെ ഏതാ സർക്കാരിലേക്ക് എങ്ങനെ പെൻഡിങ് കേരളത്തിലേക്ക്? കേരളത്തിന് ലഭ്യമാകാനുള്ളതായിരിക്കുന്ന വിവിധ മേഖലകളിലുള്ളതായിരിക്കുന്ന തുകകൾ PM കിസാൻ ഉൾപ്പെടെ അല്ല, PM കിസാൻ കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഞാൻ പറയാം ഈ DBT സ്കീമാണെങ്കിലും കർഷകന് ഡയറക്റ്റായി കിട്ടേണ്ടതാണെങ്കിലും നമ്മൾ വിവിധ മേഖലകളിൽ സമയാസമയം ഇതിന്റെ ഡാറ്റയും അതിന്റെ അനുബന്ധമായിട്ടുള്ള എക്സർസൈസും മുഴുവൻ നിർവഹിച്ച് നൽകുന്നതിൽ വരുന്ന താമസവും മറ്റു കാര്യങ്ങളും ഒക്കെയായിട്ട് പല കാര്യങ്ങളായിട്ട് ഡിലേ വരുന്നതായിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ നേരത്തെ ഇപ്പോൾ PM കിസാൻ ഉൾപ്പെടെ നേരത്തെ ഇപ്പോൾ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചു. PM കിസാന്റെ മാത്രമല്ല, അല്ലല്ല വീഴ്ചന്റെ കാര്യമില്ല. ഈ PM കിസാൻ പദ്ധതിയിൽ 2021-22 മുതൽ കുടിശ്ശികയായി കിടക്കുന്ന തുകയാണ്. 2021-22 മുതൽ. അപ്പോ അതിനുശേഷവും നമ്മൾ കത്തയച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കി കേന്ദ്രവിഹിതമാണ്. അപ്പോ ഞാൻ പറയാം, നമ്മളിതിൽ 2 കത്തയച്ചു. 2 കത്തയച്ചപ്പോൾ അവരുടെ മറുപടി ഉദാസീനമായ മറുപടിയായിരുന്നു. അപ്പോൾ PM കിസാൻ പദ്ധതിയിൽ നമുക്ക് 17.48 കോടിയിൽ 5.34 കോടി രൂപ മാത്രമാണ് കേന്ദ്രവിഹിതത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതേസമയം ഹോർട്ടിക്കൾച്ചർ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ മുൻകൂറായി അഡ്വാൻസായി ചെലവഴിച്ചതായിരിക്കുന്ന 16.47 കോടിയാണ്. അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി. അങ്ങനെ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള തലത്തിൽ കേരളത്തിന് ലഭ്യമാകാനുള്ളതായിരിക്കുന്ന തുക സംബന്ധിച്ചതായ പ്രത്യേകമായിട്ടുള്ള ചർച്ച നടന്നു. അതിലൊക്കെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പിന്നെ റീവാലിഡേഷൻ നടത്തി ചില പദ്ധതി സാമ്പത്തികമായി നമുക്ക് കിട്ടാനുള്ളതായിരിക്കുന്ന കർഷകർക്ക് കിട്ടാനുള്ളതായിരിക്കുന്ന തുകയുണ്ട്. അതിലെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളെ അപ്ലോഡിങ്ങും നമ്മുടെ സിസ്റ്റവും ഡിലേ വന്നതിന്റെ കാരണമായിട്ടുള്ളത്. അപ്പൊ അത് 3 വർഷത്തെ പദ്ധതിയുണ്ട്. 3 വർഷം കൊണ്ട് പൂർത്തിയാണ്. അപ്പൊ അതിന്റെ ടൈം കഴിഞ്ഞു. അപ്പൊ അത് ഉൾപ്പെടെ നമ്മൾ ഡിമാൻഡ് ചെയ്തു. അപ്പൊ അതെല്ലാം പോസിറ്റീവായിട്ട് ടേക്കപ്പ് ചെയ്തു. ഒരു എക്സാമ്പിൾ പറയാം. കേരളത്തിലെ വിവിധ ലാബുകളിൽ ഇപ്പൊ വെള്ളായണി ലാബിൽ 122 എലമെന്റ്സ് പരിശോധിക്കാനുള്ള കൃഷി വകുപ്പിന്റെ ലാബാണ്. കേരളത്തിലെ വിവിധ ലാബുകളിൽ കൃഷി വകുപ്പിന്റെ ലാബുകളിൽ 1258 ആണെന്നാണ് എന്റെ ഓർമ്മ. 1258 സാമ്പിൾസ് പരിശോധിച്ചതിൽ 51 എണ്ണത്തിൽ ക്രമാതീതമായിട്ടുള്ള പെസ്റ്റിസൈഡ്സ് കണ്ടിട്ടുണ്ട്. വളരെ കൂടുതലുള്ള പെസ്റ്റിസൈഡ്സ് കണ്ടു. അപ്പൊ ആ വിവരം ഞാൻ അസംബ്ലിയിൽ പറഞ്ഞു. അതിനുശേഷം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ മീറ്റിംഗ് വിളിച്ചു. അതൊരു അറൌണ്ട് 3 മണിക്കൂർ നീണ്ട യോഗമായിരുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മൊബൈൽ ടെസ്റ്റിംഗ് ലാബ് എല്ലാ സിസ്റ്റത്തോടും കൂടിയിട്ടുള്ള അത് ആവിഷ്കരിക്കാൻ വേണ്ടി അവരെ ചുമതലപ്പെടുത്തിയിരിക്കുക. വളരെ ഗൌരവമാണ് എടുക്കുന്നത്. നമ്മൾ 1 കിലോ പച്ചക്കറി വാങ്ങുമ്പോൾ വീട്ടിലുള്ളതായ ആളുകൾക്ക് നമ്മൾ പെസ്റ്റിസൈഡ്സ് കൂടി വാങ്ങുന്നതായിട്ടുള്ള സാഹചര്യം വളരെ ഗുരുതരമാണ്. അത് ഒരു കാരണവശാലും ഉണ്ടാവാൻ പറ്റില്ല. അതിൽ സർക്കാരിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് മൊബൈൽ ടെസ്റ്റിംഗ് ലാബ് ഉൾപ്പെടെ കേരളത്തിലേക്ക് വരുന്ന എൻട്രി ചെക്ക് പോസ്റ്റുകളിലും കടകളിലും ചെക്കിംഗ് സമഗ്രമാക്കാനുള്ള ഒരു പോളിസി സർക്കാർ എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുക.